പക്ഷേ എന്റെ സംസ്കാരം അതിനനുവദിക്കില്ല. നന്ദ, ലോക്ക് ചെയ്തിട്ട് വാ. ഇത് നാളെ തന്നെ ബാങ്കിൽ എത്തിക്കണം. നമുക്കിറങ്ങാൻ മോളെ. ആ വണ്ടി എടുത്ത് പുറത്തിടാൻ പറയും. ഗേറ്റും പൂട്ടും. വാ, നമുക്ക് പോവാം. ഞാൻ പറഞ്ഞ ബെഡും പില്ലോയും മറ്റു സാധനങ്ങളൊക്കെ ഉടനെ കൊടുത്തയക്കണം മനോജെ. ആ, ബില്ല് കൊടുത്തുട്ടോ. ഞാൻ നാളെ തന്നെ പേ ചെയ്തേക്കാം. ശരി. അത്യാവശ്യം വേണ്ടതൊക്കെ കൊണ്ടുവരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുക്കളയിലേക്ക് കുറച്ച് സാധനം കൂടെ വാങ്ങണം. പറ്റുമെങ്കിൽ ഒരു AC വാങ്ങണം. അതൊന്നും വേണ്ട ഗിരി. എന്താടോ? ജീവിതത്തിൽ ഇനി അനുഭവിക്കാനൊന്നുമില്ല. പക്ഷെ ഗിരി കൂടെ നിൽക്കുമ്പോ അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇത്രയും നല്ലൊരാളെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു.
ഓഹോ, അങ്ങനാണോ? ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടേണ്ട വസ്തുവിനും വിഹിതത്തിനും കണക്ക് പറയുന്നവർ അധികവും. പെണ്ണിനെ കുറിച്ചല്ല, ചുറ്റുപാടുകളെ കുറിച്ച് അന്വേഷിച്ചിട്ടാ കല്യാണം പോലും നടത്തുന്നത്. പക്ഷെ ഗിരി ദേഷ്യവും വിദ്വേഷവും കാണിക്കേണ്ട സമയത്ത് പോലും ഉള്ളിൽ അടക്കിയിട്ടേക്കും. ഒരു വിഷമവും കാണിച്ചിട്ടില്ല. ഭാര്യ വീട്ടിൽ നിന്ന് സ്ത്രീധനായിട്ട് ഗിരിക്ക് കിട്ടിയത് ബാധ്യതകളും പ്രശ്നങ്ങളും മാത്രമാ. അമ്മായി അച്ഛന്റെ ജയിൽവാസം വരെ കാണേണ്ടി വന്നു. ഇപ്പൊ ഗിരി അമ്മയും നന്ദനെയൊക്കെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നു. അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നു. എന്തിനാ ഞാനതൊക്കെ ചെയ്യുന്നതെന്ന് അറിയാമോ? എന്തിനാ? എന്റെ ഭാര്യ എന്നെ ഇങ്ങനെ പൊഴുതി പറയുന്നത് കേൾക്കാൻ. ഒന്ന് പോകിരി. ഞാൻ ഇനി എത്രയൊക്കെ പുകഴ്ത്തിയാലും അത് യഥാർത്ഥത്തിൽ പറയേണ്ടതിന്റെ അടുത്ത് പോലും എത്തില്ല. ആഹാ, അങ്ങനെയാണല്ലേ?